സംഭൂജ സദസ്സിന് നമസ്കാരം. അതിര് കവിഞ്ഞ ഭൗതികതയുടെ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ പ്രകാശത്തിന് പൊന്നളി പരത്തി ആധുനിക ഭാരതത്തിന് പ്രത്യേകിച്ച് പ്രഭാത നക്ഷത്രമായി ഉദിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. സഹനത്തിന് തീച്ചോടിയിൽ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം പോലെ വിളങ്ങിയ അൽഫോൻസാമ്മ ഇന്ന് നമുക്കെല്ലാം അഭിമാനമാണ്, ഉത്തേജനമാണ്. ഇന്ന് കടലും കായലും കടന്ന് ജാതിമത ഭേദമില്ലാതെ ഭരണജ്ഞാനത്തെ ആ പുണ്യ മണ്ണിലേക്ക് ആളുകൾ ഓടിക്കൂടുകയാണ്, അമ്മയെ കാണാൻ, അനുഗ്രഹം യാചിക്കുവാൻ. ജീവിച്ചിരുന്ന കാലത്ത് ആരാലും അറിയപ്പെടാതെ വിനീതിയായി പ്രശസ്തമായി യാതൊന്നും ചെയ്യാതെ കാല യൗവനയ്ക്കുള്ളിലേക്ക് മറിഞ്ഞ അൽഫോൻസാമ്മ ഇന്ന് സഭയുടെ അഭിമാനമാണ്. മലമ്പിൽ പണിപ്പെട്ട നഗരമായി സ്തൂപത്തിൽ കത്തിച്ചുവെച്ച വിളക്കായി വിരാജിക്കുന്നു. അൽഫോൻസാമ്മ എങ്ങനെ വിശുദ്ധിയായി? ഇത് ഞാനും നിങ്ങളും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരൊറ്റ വാക്കിൽ നമുക്കതിന് ഉത്തരം ലഭിക്കും: സ്നേഹം. ദൈവത്തെയും അയൽക്കാരനെയും നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി അൽഫോൻസാമ്മ സ്നേഹിച്ചു. അതിരുകളില്ലാത്ത, അളവുകളില്ലാത്ത, കണക്ക് കൂട്ടലുകളില്ലാത്ത സ്നേഹം. ഇത്തരം സ്നേഹത്തിന് മാത്രമേ ലോകത്തിനെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സഹനത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കിയ ഒരു ധന്യാത്മാവായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. തന്റെ വിളി വേദനയുടേതാണെന്ന് മനസ്സിലാക്കിയ അൽഫോൻസാമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങി സുഖത്തിന്റെ പിന്നാലെ പോകുന്ന ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കൂടുതൽ കൂടുതൽ സഹനം പ്രാർത്ഥിച്ചു വാങ്ങി. ശാരീരിക വേദനയും മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴുള്ള മാനസിക വേദനയും ആ പുണ്യചരിത അത്ഭുതമായ ആത്മശക്തിയോടെ ആശ്ലേഷിച്ചു. യേശു സ്നേഹത്തെ പ്രതി എന്ത് സഹിക്കുവാൻ ആ ധന്യാത്മാവ് ദാഹിച്ചു. സഹനത്തിനെ കുറിച്ച് ഒരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് അൽഫോൻസാമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുന്നു, അഴിയുന്നെങ്കിലും അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന തിരുവചനം അവൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. യേശുവിന്റെ സഹനത്തോട് നമ്മുടെ സഹനങ്ങളും ചേർക്കുമ്പോൾ അവ രക്ഷാകരമായി തീരുന്നു. വിനയത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയ ഒരു ധന്യാത്മാവായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ. കടുകുമണി പോലെ ചെറുതാകാനും ആരാലും അറിയപ്പെടാതെ ആരാലും പരിഗണിക്കപ്പെടാതിരിക്കുവാനും അൽഫോൻസാമ്മ ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടാനുള്ള അദമ്യമായ ആഗ്രഹം അൽഫോൻസാമ്മ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ആധ്യാത്മിക മൂല്യങ്ങൾക്ക് വിലയിടിഞ്ഞു എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ ലോകത്തിന് മുൻപിൽ അൽഫോൻസാമ്മ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. യഥാർത്ഥ വിശുദ്ധി ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്, അതിനൊരിക്കലും വിലയിടുകയില്ല. സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, വിനയത്തിന്റെ, ക്ഷമയുടെ പ്രഭ പ്രസരിപ്പിച്ചുകൊണ്ട് അൽഫോൻസാമ്മ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ആ പുണ്യചരിതയുടെ പരിമളം പടരുന്ന ഈ മണ്ണിനെ പവിത്രതയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്കും ദൈവികപരമായ ഒരു പരിവേഷണം നൽകാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കിവിടെ സ്നേഹത്തിന് പുതിയ സങ്കീർത്തനങ്ങൾക്ക് താളവും രാഗവും പകരാം. ഐക്യത്തിന് മുദ്രാവാക്യം മുഴക്കി പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയും നമുക്ക് പടുത്തുയർത്താം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.